ഹായ് ഫ്രണ്ട്സ്, ഇലക്ട്രോടെക്കിൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി ഈ ഒരു എയർ കംപ്രസർ മാറ്റിയിട്ട് പുതിയൊരു എയർ കംപ്രസർ, കപ്പാസിറ്റി കൂടിയൊരു എയർ കംപ്രസർ വെക്കുക കേട്ടോ. ഈ ഒരു PPRൻ്റെ പൈപ്പ് ഇട്ടിട്ടാണ് ഇതിലേക്ക് എയർ സപ്ലൈ ചെയ്തിട്ടുള്ളത്. ഇതൊരു ഗാർമെൻറ്റ് ഫാക്ടറിയിലാണ് കേട്ടോ ഈ എയർ കംപ്രസറുള്ളത്. അപ്പോൾ അത് അവിടേക്ക് ആവശ്യമായ എയർ ഇപ്പോൾ പഴയ കംപ്രസറിന് നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് പുതിയൊരു കംപ്രസർ, കപ്പാസിറ്റി കൂടിയൊരു കംപ്രസർ വെക്കുന്നുണ്ട്. അതായത് 10 HP 500 ലിറ്റർ ടാങ്കാണ് ഇപ്പോൾ അത് ഉള്ളത്. അതെന്താ വെച്ചാൽ ഗാർമെൻറ്റ് ഫാക്ടറിയിലൊക്കെ വർക്ക് ചെയ്ത ആളുകൾക്ക് അറിയാൻ പറ്റും ഇതിൽ എയറിൻ്റെ ഉപയോഗം എന്താണെന്നുള്ളതും അതിൻ്റെ ആവശ്യകത എന്താണെന്നുള്ളതും എത്രത്തോളം പ്രസക്തിയുണ്ട് അതിൻ്റെ എയറിനെന്നുള്ളതും മനസ്സിലാവും. അപ്പോൾ ഒരുവിധം മെഷീനറിയൊക്കെ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എയർ നിർബന്ധമാണ്. അത്രയും തമ്മിലല്ല എയർ ഉണ്ടെങ്കിൽ പ്രൊഡക്ഷൻ അത്രത്തോളം കിട്ടും. അതായത് എയർ കുറയുന്നതിനനുസരിച്ച് പ്രൊഡക്ഷൻ്റെ ഇതിലും മാറ്റങ്ങൾ വരും. അതുകൊണ്ടാണ്. അപ്പോൾ ഇതിൽ നമുക്ക് എയർ ഫിൽറ്ററും അതുപോലെ തന്നെ സ്റ്റാർട്ടർ സാധനങ്ങളൊക്കെ ഒരു വേറെ തന്നെ തന്നിട്ടുള്ള വാൾവ് കാര്യങ്ങളൊക്കെ അതൊക്കെ നിന്ന് ഫിറ്റ് ചെയ്തിട്ട് വേണം നമുക്കിത്. ആദ്യം ആ ഒരു കംപ്രസർ ഒക്കെ റെഡിയാക്കിയിട്ട് വേണം, പുതിയ കംപ്രസറിൻ്റെ എല്ലാ സാധനങ്ങളും ഫിറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് മറ്റേ കംപ്രസർ റിമൂവ് ചെയ്യാൻ. പെട്ടെന്ന് അവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാകുമ്പോൾ പെട്ടെന്ന് നമ്മളെ പരിപാടികളൊക്കെ ആദ്യം വന്ന കംപ്രസറിന്, പുതിയ കംപ്രസറിന് എല്ലാ സാധനവും ഫിറ്റ് ചെയ്തിട്ട് പെട്ടെന്ന് അവിടെ കണക്ഷൻ കൊടുക്കേണ്ടതുണ്ട്. അതായത് വർക്കിംഗ് നടന്നുകൊണ്ടിരിക്കണോണ്ടാണ് കേട്ടോ. പ്രൊഡക്ഷന് അത് നമ്മളെ വർക്ക് കൊണ്ട് ബാധിക്കരുത്. അപ്പോൾ നമ്മൾ ഒരു രണ്ടാമത്തെ ഫിൽറ്റർ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.